ഈ പറയുന്ന തിളപ്പൊന്നുമില്ല. അപ്പം ദേ ആർ ഓൾവേസ് ദെയർ ഫോർ അസ്. എന്ത് വന്നാലും ഒരു കോളിനപ്പുറത്ത് എല്ലാവരും ഉണ്ട്. പക്ഷെ അതിന്റെ അപ്പുറത്തോട്ട് അവർക്കും ചെയ്യാനൊന്നുമില്ല. മുന്നോട്ടിറങ്ങി ഇങ്ങനെ ഫൈറ്റ് ചെയ്യാന്നുള്ള ആർക്കും ഇല്ല. കാരണം ഞങ്ങളുടെ ആർക്കും ആ ഒരു സ്വഭാവം ഇല്ല. ഇങ്ങനെ പിന്നെ ഇത് ചേച്ചി ലക്ഷങ്ങളിൽ ഒരാൾക്ക് ഒരു ഫാമിലിക്ക് പറ്റുന്നതാണ് ഇങ്ങനെയൊക്കെ ഒരുപാട് വർഷം അനുഭവിക്കേണ്ട വരുന്ന സീനൊക്കെ. അപ്പൊ നമുക്ക് ആർക്കും അറിയില്ല ശരിക്കും പറഞ്ഞാൽ കുറെ കാലത്തേക്ക് എങ്ങനെയാണ് എന്ത് ചെയ്യണ്ടേ. മനസ്സിലായോ? കാരണം നമുക്ക് അത് അതിന്റെ അകത്ത് നിൽക്കുമ്പോൾ അത് മനസ്സിലാവും. എത്ര വർഷമായിട്ടുണ്ടാവും? 14 years. അമൃതേശ്വരുടെ ഡിവോഴ്സ് ഒക്കെ തുടങ്ങി അല്ലേ? ചേച്ചി പറയാറുണ്ട് 14 വർഷത്തെ വനവാസമായിരുന്നു. അത് ഇപ്പൊ ഇരുന്ന് പറയുമ്പോ ചിരിക്കുന്നു. ഞങ്ങൾക്കിപ്പോ ഭയങ്കര ഇതെങ്ങനെയാണ്, ഞാനിങ്ങനെ മൂടാണ്. ഞാനിപ്പോ എങ്ങനെയാ ചേച്ചി എന്നെ ഇപ്പൊ ആരെല്ലാം വിഷമിപ്പിച്ചാലും ഞാൻ മുമ്പേ പ്രതീക്ഷിച്ചാൽ ഒന്നും ചെയ്യാനില്ല. അതുകൊണ്ടാ അല്ല എപ്പോഴും നമുക്ക് തോന്നും അമൃത പറയുമ്പോ തന്നെ എപ്പോഴും നിങ്ങൾ പറയുമ്പോ 14 years ആയി, ഇനി ഇതിനൊരു ഫുൾ സ്റ്റോപ്പ് വരും. ആ ഒരു നമ്മൾ എപ്പോഴും അങ്ങോട്ടൊരു നമ്മൾ എത്തി നോക്കും അല്ലേ? എന്നായിരിക്കും നമുക്ക് ഫേവർ ആയിട്ട് ഒന്ന് കാറ്റ് വീശുക. ഞാൻ പറഞ്ഞ ചേച്ചി കമന്റ്സ് നോക്കുന്നതിന്റെ റീസൺ അതാണ്. ഈ വട്ടം ഇല്ല, ഓക്കെ നെക്സ്റ്റ്. ഓക്കെ, നമുക്ക് ചുറ്റുമുള്ള ടോക്സിക് ആയ മനുഷ്യരെ ഒരിക്കലും തിരുത്താനാകില്ല. അവർ അവരുടെ വഴിയെ സഞ്ചരിച്ചു കൊണ്ടേയിരിക്കും. ശരിയാണ്. ഞാൻ പറഞ്ഞില്ലേ, നമ്മളെ ഏത് സിറ്റുവേഷനിൽ കൊണ്ടിട്ടാലും നമ്മൾ അവിടെ നിന്ന് മുമ്പോട്ട് പോകുന്ന നമ്മുടെ കാര്യം മാത്രമേ നമുക്ക് നോക്കാൻ പറ്റുള്ളൂ. എനിക്ക് ചേച്ചീനെ പോലും എനിക്ക് ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റുമായിരിക്കും, പക്ഷെ ഐ കാൺ ചേഞ്ച് യു ആൻഡ് ഐ ഡോണ്ട് ഹാവ് ടു ചേഞ്ച് യു. എനിക്കൊരു സ്ഥലം വർക്ക് ആവുന്നില്ല എന്ന് കണ്ടാൽ ഞാനാണ് അവിടെ നിന്ന് മാറേണ്ടത്. കാരണം പിന്നെ എന്താന്ന് വെച്ചാൽ ഇതിനൊക്കെ ഒരുപാട് എഫേർട്ട് വേണം. നമ്മൾ വേറൊരു മനുഷ്യനെ മാറ്റിയെടുക്കണമെങ്കിൽ നമ്മുടെ എനർജി ആയിരിക്കും ഫസ്റ്റ് ഡ്രെയിൻ ഔട്ട് ആവുക. അയാളുടെ തലത്തിലേക്ക് ഞാൻ ഇറങ്ങണം, അയാൾക്ക് പറയാൻ മനസ്സിലാവുന്ന ഭാഷയിൽ. അപ്പൊ ഞാൻ വെറുതെ ആ ടോക്സിസിറ്റി എടുക്കുകയാണ്. നേരെ മറിച്ച് സ്റ്റാൻഡ് വിടുക, അത്രേ ഉള്ളൂ. അമൃത സുരേഷിന്റെ ജീവിതം നമുക്ക് സ്ക്രീനിൽ എന്ന പോലെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. ആ കുടുംബത്തിനെ നമുക്ക് നന്നായി അറിയാം. അമൃത സുരേഷ്, അഭിരാമി സുരേഷ്, ഇവരുടെ അമൃതയുടെ മകളായ പാപ്പുവിനെ കുറിച്ചും എല്ലാം ഈ കുടുംബം വളരെ നാളിങ്ങനെ ചർച്ചകളിൽ നിറഞ്ഞു നിന്നിട്ടുണ്ട്. ഒരുപാട് വിമർശനങ്ങൾ കേട്ടിട്ടുണ്ട്. സ്റ്റാർ സിംഗറിലൂടെയാണ് അമൃത ആദ്യത്തെ ചുവടുവയ്പ് നടത്തുന്നത്. ആ സമയം തൊട്ട് തന്നെ നമുക്ക് അഭിരാമി സുരേഷിനെയും അറിയാം, അമൃതയുടെ സഹോദരിയായ അഭിരാമി സുരേഷിനെയും. ബാലയുമായുള്ള വിവാഹമൊക്കെ വലിയ രീതിയിൽ ആഘോഷിക്കപ്പെട്ടിരുന്നു. ബാല അമൃത ജോഡികൾ കുറെ നാൾ ഇന്റർവ്യൂസിലും പിന്നീട് ഇവരുടെ മകൾ പാപ്പു എത്തിയപ്പോൾ ആ കുഞ്ഞും ഇന്റർവ്യൂസിലും ഷോകളിലും അങ്ങനെയെല്ലാം നിറഞ്ഞു നിന്നിരുന്നു. പിന്നീട് വർഷങ്ങൾക്ക് ശേഷം നമ്മൾ അറിയുന്നത് അമൃതയും ബാലയും വേർപിരിയുന്നു എന്ന വാർത്തയാണ്. അന്ന് തുടങ്ങിയൊരു സൈബർ അറ്റാക്ക് നേരിടാൻ തുടങ്ങിയതാണ് അമൃത സുരേഷും ആ കുടുംബവും. ഒരാൾക്ക് നമ്മളോട് പാവം തോന്നാനും കൺസിഡറേഷൻ തോന്നാനും വേണ്ട കുറെ എലമെന്റ്സ് ഉണ്ട്. അത് ഞങ്ങളുടെ ഭാഗത്തിനേക്കാൾ കൂടുതൽ ബാക്ക് ടു ബാക്ക് അപ്പുറത്തെ സൈഡിൽ ഉണ്ടായിരുന്നു. സോ ഞങ്ങൾക്ക് വേണമെങ്കിൽ പറയാം, ആരോടെങ്കിലും പറയാം, ഹെൽപ്പ് സീക്ക് ചെയ്യാം, മെഡിക്കൽ ഹെൽപ്പ് ആണെങ്കിലും സീക്ക് ചെയ്യാം. പക്ഷെ ഒരു പോയിന്റ് കഴിയുമ്പോഴത്തേക്കും എന്നാലും നമ്മുടെ അകത്ത് നിന്ന് സഫർ ചെയ്തവർക്കേ അത് മനസ്സിലാവുള്ളൂ. പിന്നെ ആദ്യമൊക്കെ നമ്മളിങ്ങനെ ഫാമിലിയിൽ തന്നെയാണെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും കസിൻസിന്റെ അടുത്തൊക്കെ ആണെങ്കിലും നമ്മൾ ഭയങ്കരമായിട്ട് സപ്പോർട്ട് സീക്ക് ചെയ്യുമായിരുന്നു. പക്ഷെ പിന്നെ അവർക്കാണെങ്കിലും മനസ്സിലാവാതായി തുടങ്ങി ഒരു പോയിന്റ്. കാരണം അവര് നോക്കുമ്പോ ഈ പറഞ്ഞ കൂട്ട് ഞങ്ങൾ കാണിക്കുന്നത് ഞങ്ങളുടെ ഹാപ്പി ആയിട്ടുള്ള വ്ളോഗിങ്ങും കാര്യങ്ങളും മാത്രമാണ്. അപ്പൊ ഇവർക്ക് അത്ര വലിയ കുഴപ്പമൊന്നുമില്ല, ഇവര് ചുമ്മാ എന്നുള്ളത് പറയും. അപ്പൊ വെറുതെ എന്തിനാണ് നമ്മുടെ വിഷമം നമ്മുടെ 4 പേര് നമ്മുടെ ഈ ചുമരിനകത്ത് നിന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ പറയാനുള്ള ജസ്റ്റ് പറഞ്ഞത് ചെയ്യുക. നമ്മളായിട്ട് ഒന്നിനും അങ്ങനെ വി ഹാവ് നോട്ട് ആരും നമ്മൾ ഹെൽപ്പ് ചെയ്യാൻ ഉണ്ടായിട്ടില്ല. അതാണ് അതിന്റെ ഫാക്ട്. വി ഓൾവേസ് ബിൻ ഞങ്ങൾ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ ഞങ്ങൾക്ക്. ഓക്കെ, എന്താ ചൂടുവെള്ളത്തിൽ വീണ് അങ്ങനെ തഴമ്പിച്ച ഒരു അവസ്ഥയിൽ നിൽക്കുകയാണ്. അതെ, നമുക്കൊരു സെഗ്മെന്റിലേക്ക് പോവാം. സെഗ്മെന്റിന്റെ പേരെന്ന് പറയുന്നത് തന്നെ പറയാതെ വയ്യ. ഓക്കെ, മറ്റുള്ളവർക്ക് എന്തും നമ്മുടെ ജീവിതത്തിലേക്ക് എത്തി നോക്കാനുള്ള ഒരു ത്വര കാണുമ്പോൾ പൊതുവെ ദേഷ്യം തോന്നാറുണ്ട്. ഉണ്ടെന്ന് പറഞ്ഞാൽ ഉണ്ട്, പക്ഷെ എന്നാലും ചില കാര്യങ്ങൾ ഇങ്ങനെയാണെന്ന് പറഞ്ഞാൽ പിന്നെ കുഴപ്പമില്ല. അതായത് നമുക്കൊക്കെ ഇപ്പൊ എന്റെ വീട്ടിൽ കറണ്ട് അല്ലെങ്കിൽ അപ്പുറത്ത് കറണ്ട് ഉണ്ടോന്നായിരിക്കും ഞാൻ ഫസ്റ്റ് നോക്കുക, അല്ലെങ്കിൽ സ്ട്രീറ്റ് ലൈറ്റ് ഉണ്ടോന്നായിരിക്കും നോക്കുക. അപ്പൊ ഈ അപ്പുറത്തോട്ടുള്ള എത്തിനോട്ടം മിസ് കുറച്ചാ മതി. അല്ലല്ല, അതുള്ള സാധനമാണ്. ഒന്നല്ലെങ്കിൽ അവരെ നിർത്തുക, അല്ലെങ്കിൽ നമ്മൾ ആ സിറ്റുവേഷൻ അത് എങ്ങനെയാണെന്നുള്ളത് നമ്മൾ എങ്ങനെ റിയാക്ട് ചെയ്യുന്നുള്ളത് നോക്കുക. ഇപ്പൊ ഞങ്ങളുടെ കേസിൽ ഞങ്ങൾ എങ്ങനെ റിയാക്ട് ചെയ്യുന്നു എന്നുള്ളതാണ് കൺട്രോൾ ചെയ്യുന്നത്. നമുക്ക് നാടിനെ നന്നാക്കാൻ പറ്റില്ല, നമുക്ക് നമ്മളെ നന്നാക്കാൻ പറ്റുള്ളൂ. സോ
ദേഷ്യം തോന്നിയിട്ട് കാര്യമില്ല. അതുകൊണ്ട് ഐ ഡോണ്ട് ഫീൽ എനിത്തിങ്. നോക്കുന്നവര് നോക്കട്ടെ, പറയുന്നവര് പറയട്ടെ. ഇപ്പം നേരത്തെ അഭിരാമി പറഞ്ഞു നിങ്ങൾക്ക് നിങ്ങൾ മാത്രമേ ഉള്ളൂ, വേറെ ആരും ഇല്ല എന്നുള്ള കാര്യം. ഫാമിലി എന്നുള്ള പൊതുവെ അച്ഛന്റെ ഫാമിലി നിന്നാണെങ്കിലും അമ്മയുടെ ഫാമിലി നിന്നാണെങ്കിലും ആ ഫാമിലി മെമ്പേഴ്സിന്റെ സപ്പോർട്ടോ അവര് ഒരു ലിമിറ്റ് വരെയാണോ? എന്ന് വെച്ചാൽ അവർക്കൊന്നും ഒന്നും ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളാണ്. ഹെൽപ്ലെസ് ആണ്. ഹെൽപ്ലെസ് ആണ്. ഈ പറഞ്ഞ കൂട്ടി ഇപ്പൊ ഞങ്ങളൊരു വലിയ ഇൻഫ്ലുവൻഷ്യൽ ഫാമിലി എന്നൊക്കെ ആയിരുന്നെങ്കിൽ ആർക്കെങ്കിലും ഒക്കെ ഇടപെട്ട് വലിയ കാര്യങ്ങളൊക്കെ ചെയ്യായിരുന്നു. ഞങ്ങളെല്ലാവരും ഞങ്ങളുടെ എൻറ്റയർ ഫാമിലിയിലാണെങ്കിൽ നല്ല പാവ ആൾക്കാരാണ്. അങ്ങനെ ഈ പറയുന്ന അറ്റ്ലീസ്റ്റ് ഈ ഒരു ആറ്റിറ്റ്യൂഡിലെങ്കിലും ഈ പറയുന്ന ലെറ്റ്സ് ഡു ഇറ്റ്, ലീഗലി നമുക്ക് ഫൈറ്റ് ചെയ്യാം എന്ന് പോലും പറയുന്ന ആൾക്കാരല്ല. എല്ലാവരും അച്ഛന്റെ സൈഡ് ഫുള്ള് മ്യൂസിഷ്യൻസ് ആണ്, അമ്മയുടെ സൈഡിൽ ഫുള്ള് മെഡിക്കൽ പ്രൊഫഷനിലൊക്കെ ഉള്ള ആൾക്കാരാണ്. ഇവർക്ക് ആർക്കും ഈ പറയുന്ന തിളപ്പൊന്നുമില്ല. അപ്പം ദേ ആർ ഓൾവേസ് ദെയർ ഫോർ us. എന്ത് വന്നാലും ഒരു കോളിനപ്പുറത്ത് എല്ലാവരും ഉണ്ട്. പക്ഷെ അതിന്റെ അപ്പുറത്തോട്ട് അവർക്കും ചെയ്യാനൊന്നുമില്ല. മുന്നോട്ടിറങ്ങി ഇങ്ങനെ ഫൈറ്റ് ചെയ്യാന്നുള്ള ആർക്കും ഇല്ല. മകളെ കാണിക്കുന്നില്ല, മകളെ മറച്ചു വെക്കുന്നു, മകളെ അച്ഛന് കൊടുക്കുന്നില്ല. അമൃത സുരേഷ് സ്വർണങ്ങളും സ്വത്തും പാപ്പുവിന് ബാല 70 കോടിയോളം രൂപ കൊടുത്തു, ഇതെല്ലാം വെച്ച് ജീവിതം ആഘോഷിക്കുകയാണ് തുടങ്ങിയ നിരവധി വിമർശനങ്ങൾ. അമൃതയുടെയും അഭിരാമിയുടെയും ഒക്കെ പോസ്റ്റിന് കീഴിലൊക്കെ നോക്കിയാൽ എന്നും വിമർശനങ്ങൾ മാത്രമേ നമുക്ക് കാണാൻ പറ്റുമായിരുന്നുള്ളൂ. എന്നാൽ പിന്നീട് ആ മാസ്ക്, ബാല എന്ന നടന്റെ മാസ്ക് അഴിഞ്ഞു വീഴുന്നതാണ് നമ്മൾ കണ്ടത്. രണ്ടാമത് ബാല എലിസബത്ത് എന്ന ഡോക്ടറിനെ വിവാഹം ചെയ്തു. അത് നിയമപരമായിട്ടുള്ള വിവാഹമല്ലായിരുന്നു. എന്നാൽ പിന്നീട് ആ ബന്ധവും ഉലഞ്ഞു. കരൾ ശസ്ത്രക്രിയയ്ക്ക് വന്ന സമയത്ത് ഒപ്പം നിന്നെങ്കിലും എലിസബത്ത് ബാലയിൽ നിന്ന് പൂർണ്ണമായും അകന്നു പോകുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടത്. പിന്നീട് ഇവർ വേർപിരിഞ്ഞു. ഇപ്പോൾ ബാല 4ാമതും വിവാഹം ചെയ്തു. ബാല ആദ്യമേ ചന്ദന എന്നൊരു പെൺകുട്ടിയെ സ്നേഹിച്ച് വിവാഹം ചെയ്തിരുന്നു എന്ന് അമൃത സുരേഷാണ് വെളിപ്പെടുത്തിയത്. അതുവരെയും ബാലയെ പറ്റി എല്ലാവർക്കും നല്ല ഇമേജ് ആയിരുന്നു. ബാല പല കണ്ടന്റുകളും ഫേക്കായി അമൃതയ്ക്കും കുടുംബത്തിനും എതിരെ ഉപയോഗിച്ചതായും പുറത്തു വന്നിരുന്നു. എല്ലാത്തിനും ഈ സൈബർ അറ്റാക്കുകൾക്കും വിമർശനങ്ങൾക്കും കമന്റുകൾക്കും എല്ലാം ഒടുവിൽ പാപ്പു തന്നെ കരഞ്ഞുകൊണ്ട് ലൈവിലെത്തിയിരുന്നു. ഒരു വീഡിയോ പങ്കുവച്ചുകൊണ്ട് താൻ അമ്മയ്ക്കൊപ്പമാണ്, തന്റെ അമ്മയാണ് ശരി, തന്റെ അച്ഛൻ തനിക്കൊന്നും ചെയ്തിട്ടില്ല, പറയുന്നതെല്ലാം പച്ചക്കള്ളമാണ് എന്ന് പറഞ്ഞുകൊണ്ട് പാപ്പു ലൈവിലെത്തിയിരുന്നു. അതിനുശേഷമാണ് കാര്യങ്ങളെല്ലാം മാറി മറിഞ്ഞത്. അതിനുശേഷം ഇനി പാപ്പുവിന് അച്ഛനില്ല, അച്ഛൻ ഇനി ഒന്നിനും വരില്ല എന്ന് പറഞ്ഞ് ബാല വന്നിരുന്നു. പിന്നാലെ ബാല 4ാമത് വിവാഹം ചെയ്തു. തുടർന്നുള്ള സംഭവ വികാസങ്ങളൊക്കെ നടന്നു. ഇപ്പോൾ അഭിരാമി സുരേഷിന്റെ ഒരു വീഡിയോ ആണ് വൈറലാകുന്നത്. തങ്ങൾ എങ്ങനെയാണ് 14 വർഷത്തോളം ഈ ഫൈറ്റ് തുടർന്നത്, ഇത്രയും അറ്റാക്കുകൾ വന്നപ്പോഴും സോഷ്യൽ മീഡിയയിൽ ചിരിയോട് നിൽക്കാനും സജീവമാകാനും കണ്ണീരൊന്നും കാണിക്കാതെ സന്തോഷമായി മുന്നോട്ട് പോകാനും ധൈര്യമായിട്ടിരിക്കാനും എങ്ങനെയാണ് കഴിഞ്ഞതെന്ന് അഭിരാമി സുരേഷ് തുറന്നു പറയുകയാണ്. പാപ്പു ഇപ്പോഴും പറയാറുണ്ട് തനിക്ക് അഡ്വക്കേറ്റ് ആകണം, അമ്മയെ സംരക്ഷിക്കണം, അമ്മയെ എനിക്കറിയാമല്ലോ എന്ന്. ഇപ്പോഴും 6ാം വയസ്സിൽ തുടങ്ങി എല്ലാം അറിയുന്നതാണ് പാപ്പുവിന്. ആ പാപ്പു ധീരതയോടെ ചിരിയോടെ ഇന്ന് എല്ലാം നേരിടുന്നു. തങ്ങൾ കടന്നു വന്ന ജീവിതത്തെക്കുറിച്ച് ഇന്ന് അഭിരാമി സുരേഷ് പറയുകയാണ്.